ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ കുറച്ച് റോസ് വാട്ടറുകൾ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റായിട്ട് ഞാൻ യൂസ് ചെയ്ത എൻ്റെ റിവ്യൂ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. അതിൽ ഫസ്റ്റ് വേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇത് ഒലാവ എന്ന ബ്രാൻഡിൻ്റെ റോസ് വാട്ടറാണ്. ഇത് കണ്ടോ, സ്റ്റീം ഡിസ്റ്റിൽഡ് റോസ് വാട്ടർ. ഈ സ്റ്റീം ഡിസ്റ്റിൽഡ് റോസ് വാട്ടറും നോർമലി നമുക്ക് കിട്ടുന്ന റോസ് വാട്ടറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റിയിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ മേടിക്കുന്ന നോർമലി എല്ലാവർക്കും അറിയാവുന്ന ഡാബറിൻ്റെ റോസ് വാട്ടർ ഇല്ലേ, അത് കമ്പയർഡ് ടു ഈ റോസ് വാട്ടർ ഒക്കെ നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ബെനിഫിഷ്യലാണ്. ഈ ഒലാവയുടെ ഒക്കെ കുറച്ചും കൂടി നമുക്ക് ഒരു പ്യുവർ റോസ് വാട്ടറിൻ്റെ ഒരു ഫീലും ഒരു ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇത് അത്ര പ്രൈസൊന്നുമില്ല. 200 ml 400 rupees. ഒരുപാട് കോസ്റ്റ്ലി അല്ല, എന്നാലും കോസ്റ്റ്ലി ആണെന്ന് പറയാം. എല്ലാവർക്കും അഫോർഡബിൾ ആകണമെന്നില്ലല്ലോ. ബട്ട് ഡാബറിൻ്റെ ഒക്കെ നമുക്ക് കിട്ടുന്നത് അത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ബട്ട് അതിൻ്റേതായ ഒരു നല്ല ക്വാളിറ്റിയും ബെനിഫിറ്റ്സും ഒന്നും നമുക്ക് റോസ് വാട്ടറിൻ്റേതായ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടണമെന്നില്ല. ഇപ്പോൾ കാമ ആയുർവേദ അങ്ങനെയുള്ള ബ്രാൻഡിൻ്റെ ഒക്കെ റോസ് വാട്ടർ കണ്ടിട്ടില്ലേ, അതിനൊക്കെ ഇപ്പോൾ ഒരു 100 ml പോലും ഒരു 500 അടുത്ത് അല്ലെങ്കിൽ ഒരു 400 അടുത്ത് അതിൻ്റെ പ്രൈസ് വരും. അപ്പോൾ അങ്ങനെയുള്ള റോസ് വാട്ടർ അത് ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ, നമുക്കൊന്ന് ഭയങ്കര എക്സ്പെൻസീവാണ്. അങ്ങനെയുള്ള റോസ് വാട്ടറിൻ്റെ അതേ എഫക്റ്റ് തരുന്നതാണ് ഈ ഒലാവ നാച്ചുറൽസിൻ്റെ റോസ് വാട്ടർ. പിന്നെ അടുത്തത് എന്നാന്ന് വെച്ചാൽ വൈൽഡ് ഓർഗാനിക്കിന് പ്യുവർ റോസ് വാട്ടർ. ഇതും കുറച്ച് കോസ്റ്റ്ലിയാണ്, ബട്ട് സ്റ്റിൽ നോ ഇഷ്യൂസ്. 250 ആണ്. ഇത് ഇത് 100 ml ആയിരിക്കുള്ളൂ. 250 rupees ഇതിന്. ഇത് എത്ര ml എന്ന് കാണുന്നില്ലല്ലോ, എന്നാലും എനിക്ക് തോന്നുന്നത് 100 ml ആണെന്നാണ്. 100 ml ഫോർ ഓൾ സ്കിൻ ടൈപ്പ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്, ഇത് എവിടെയാണ് ഇത് ആപ്ലിക്കബിൾ ആകുകയെന്ന് വെച്ചാൽ, നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഫേസ് വാഷിലെ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നവരാണെങ്കിൽ അങ്ങനെ കഴുകാതെ ജസ്റ്റ് ഒരു കോട്ടൺ എടുത്ത് ഇത് സ്പ്രേ ബോട്ടിലാണ് 2 എണ്ണം കേട്ടോ. ഒലാവയുടെ അങ്ങനെ തന്നെയാണ്. ഒരു കോട്ടണിൽ ഇത് ജസ്റ്റ് വേണ്ട ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ മേക്കപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ സോപ്പിൽ ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ സ്കിന്നിനൊന്നും ഒരുപാട് ഡാമേജ് വരാതെ നോക്കാൻ പറ്റും. ഇതും അതുപോലെ തന്നെ സ്പ്രേ ചെയ്യുന്നതാണ്. നോക്കണേ, കണ്ടോ, നല്ലതാണ്. പിന്നെ ഇതെപ്പോഴാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന് നമ്മുടെ ഫേസിൽ ഒരുപാട് ഡേർട്ടൊക്കെ തോന്നുന്നു, ജസ്റ്റ് ഒരു ഓവറോൾ ക്ലെൻസിങ് വേണം. അങ്ങനെ ഉള്ളപ്പോൾ ഇത് ജസ്റ്റ് ഒരു കോട്ടൺ എടുത്ത് നമുക്ക് ഫേസൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഇനി അതല്ലെങ്കിൽ തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും ചുമ്മാ ഒരു കോട്ടൺ എടുത്ത് ഇത് കുറച്ചൊരു റോസ് വാട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വൈപ്പ് ചെയ്ത് നോക്കുക. ഒത്തിരി ഡേർട്ട് നമ്മുടെ ഫേസിൽ സ്റ്റില്ലുണ്ടാവും. നമ്മൾ ഡബിൾ ക്ലെൻസിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ചുമ്മാ ഒരു കോട്ടൺ എടുത്ത് ഇതൊന്ന് അപ്ലൈ ചെയ്ത് റോസ് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാൽ മതി. എന്തോരം ഡേർട്ട് ഉണ്ടാവും എന്ന് അപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഡെയിലി നമുക്കൊരു ടോണറായിട്ട് ഒരു ക്ലീനിങ് പ്രോസസ്സിന് തന്നെ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതൊരു പർപ്പസ്. രണ്ടാമത് എന്നാന്ന് വെച്ചാൽ, ഇപ്പം ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ആ ഒരു സിസ്റ്റത്തിലും ഇത് ഇൻക്ലൂഡഡ് ആവാം. എല്ലാവരും ഇപ്പം ടോണിങ് ഒന്നും എല്ലാ ദിവസവും ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് എക്സ്ട്രാ ഒരു ക്ലീനിങ് എഫക്റ്റും സ്കിന്നിനൊരു കെയറൊക്കെ വേണമെങ്കിൽ നമുക്കിത് ഇൻക്ലൂഡ് ആകും. അപ്പം അങ്ങനെ ടോണിംഗ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡഡ് ആക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് വേണം എപ്പോഴും യൂസ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഫേസ് വാഷ് ആദ്യം ചെയ്ത് ഫേസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഫേസിൽ ഇതൊന്ന്, അപ്പോൾ കോട്ടൺ ഒന്നും യൂസ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫിംഗേഴ്സ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യുക ഫേസിൽ. എന്നിട്ട് ഒരു 2 minutes വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് നല്ല റോസ് വാട്ടറിൻ്റെ നല്ല എഫക്ട്സും ബെനിഫിറ്റ്സും ഒക്കെ നമുക്ക് കിട്ടും. നല്ല പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും ഒന്നും കൂടി മോയ്സ്ചറൈസിങ് ആവാനും ഒരു ഫ്രഷ് ഫീലൊക്കെ കിട്ടാനും പിമ്പിൾസൊക്കെ വരുന്നത് അവോയ്ഡ് ചെയ്യാനും എക്സ്ട്രാ ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഇഷ്യൂസ് അനുസരിച്ച് റിസോൾവ് ചെയ്യാവുന്നൊരു സൊല്യൂഷൻ റോസ് വാട്ടർ ആണെങ്കിൽ നല്ല ബ്രാൻഡ് തന്നെ നോക്കി ചൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.